നമ്മൾ പഠിക്കുന്നത് ഇൻകംസ് ഓൺ റിട്ടയർമെൻറ്റിലെ അടുത്ത ഐറ്റമാണ്, ദറ്റ് ഈസ് ഏൺഡ് ലീവ് സാലറി. നമ്മൾ ഇൻകംസ് ഓൺ റിട്ടയർമെൻറ്റിൽ രണ്ട് ഐറ്റം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. പ്രൊവിഡൻറ്റ് ഫണ്ട്, ദറ്റ് ഈസ് ഓൾറെഡി വി ഹാവ് ലേൺഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്, ആൻഡ് ദ സെക്കൻഡ് വൺ ഗ്രാറ്റുവിറ്റി, ദറ്റ് ഹാസ് ഓൾസോ ബീൻ ഡിസ്കസ്ഡ് ബൈ അസ്. നൗ വി ആർ ഗോയിങ് ടു ലേൺ ഏൺഡ് ലീവ് സാലറി. ഏൺഡ് ലീവ് സാലറി എന്ന് പറയുന്നത് ഒരു റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ടാണ് ഏൺഡ് ലീവ് സാലറി എന്ന് പറയുന്നത്, ഇൻ അഡീഷൻ ടു ഹിസ് സാലറി. സാധാരണഗതിക്ക് വെക്കേഷൻ ലീവ്, അതായത് 2 മാസത്തെ വെക്കേഷൻ ലീവ് എടുക്കാത്ത ജോലി ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെ കിട്ടുന്നതാണ് ഈ ഏൺഡ് ലീവ് സാലറി. ഈ 2 മാസം വെക്കേഷനൊക്കെ കിട്ടുന്നത് അധ്യാപകർക്കൊക്കെയാണ് അധികവും കിട്ടാറ്. ആ കാലവും ലീവ് എടുക്കാതെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടുന്ന സാലറിയാണ് ഏൺഡ് ലീവ് സാലറി. ഏൺഡ് ലീവ് സാലറി സറണ്ടർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതത് വർഷാവസാനം എത്ര ലീവാണോ അവർ എത്ര ദിവസങ്ങളാണോ അവർ ലീവ് എടുക്കാതെ വർക്ക് ചെയ്തത് അത്രയും ദിവസത്തിന് അവർക്കത് വർഷാവസാനം കൊടുത്ത് പൈസയാക്കാം. അല്ലെങ്കിൽ അവർക്കത് അവരുടെ റിട്ടയർമെൻറ്റിൻ്റെ കാലഘട്ടം വരെ, റിട്ടയർഡ് ആവുന്ന സമയത്ത് അവർക്കത് എൻക്യാഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട് ഏൺഡ് ലീവിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഏൺഡ് ലീവ് സറണ്ടർ ചെയ്യുകയാണ് സർവീസിലുള്ള സമയത്ത് എങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. സോ ഏൺഡ് ലീവ് സറണ്ടർ ചെയ്യാണ് എങ്കിൽ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് സർവീസ്, ദെൻ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. അല്ല, റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ് അത് എൻക്യാഷ് ചെയ്യുന്നത് എങ്കിൽ അതിന് ടാക്സ് എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ് ടാക്സ് എക്സംഷൻ ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഇവിടെ അറിയാനുള്ളത്, ഒരു വർഷത്തിൽ 30 ദിവസമാണ് ഏൺഡ് ലീവ് ഇനത്തിൽ നമുക്ക് സാലറി എടുക്കാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏൺഡ് ലീവ് എടുക്കാൻ ഉള്ള അവൈലബിലിറ്റി, ഏൺഡ് ലീവ് സാലറി അവെയിൽ ചെയ്യാനുള്ളതും ലീവ് എടുക്കാതെ വർക്ക് ചെയ്യാനൊക്കെയുള്ള ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 30 days ഇൻ എ ഇയർ ആണ്. ഓക്കെ, അപ്പം ഏൺഡ് ലീവ് സാലറി. അപ്പം ഇവിടെ എല്ലാം പറയുന്നുണ്ട്. സം എംപ്ലോയീസ് ആർ എലിജിബിൾ ഫോർ ഏൺഡ് ലീവ് വിച്ച് ക്യാൻ ബി സറണ്ടേർഡ് ഓർ എൻക്യാഷ്ഡ്. സാധാരണഗതിക്ക് അധ്യാപകർക്ക് ഈ ഏൺഡ് ലീവ് സാലറി ലഭിക്കാറില്ല, കാരണം അവർക്ക് 2 മാസം അവധിയുണ്ട് അല്ലേ. അതല്ലാതെ 2 മാസം അവധി ഇല്ലാത്തവർക്ക് കിട്ടുന്നതാണ് ഏൺഡ് ലീവ് സാലറി. അവധിയെടുക്കാതെ അവർ പണിയെടുക്കുന്നു, അതിനുവേണ്ടി അവരുടെ എംപ്ലോയർ സന്തോഷത്തോടെ കൊടുക്കുന്ന സാലറി, ഇൻ അഡീഷൻ ടു ദെയർ സാലറി, ദാറ്റ് ഈസ് നോൺ ആസ് ഏൺഡ് ലീവ് സാലറി. ഏതായാലും സം എംപ്ലോയീസ് ആർ എലിജിബിൾ ഫോർ ഏൺഡ് ലീവ് വിച്ച് ക്യാൻ ബി സറണ്ടേർഡ് ഓർ എൻക്യാഷ്ഡ്. അപ്പോൾ അതത് വർഷങ്ങളിൽ വേണമെങ്കിൽ സറണ്ടർ ചെയ്യാം, അല്ലെങ്കിൽ പൈസയാക്കി മാറ്റാം. അവർക്ക് വേണ്ടപ്പോൾ അത് ക്യാഷായിട്ട് എടുക്കാം. ഏതായാലും എൻക്യാഷ്മെൻറ്റ് ഇസ് ഡൺ വൈൽ ഇൻ സർവീസ്, ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. അപ്പം സർവീസിൻ്റെ സമയത്താണ് അവർ അത് എൻക്യാഷ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ, ക്യാഷാക്കി മാറ്റുന്നത് എങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. സാലറിയുടെ കീഴിൽ ടാക്സ് കൊടുത്തേ പറ്റൂ. In order to get tax exemption, encashment is done after retirement. റിട്ടയർമെൻറ്റിന് ശേഷമാണ് എൻക്യാഷ്മെൻറ്റ് നടത്തുന്നത് എങ്കിൽ അവർക്ക് ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പോൾ പലരും അതാണ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ റേറ്റ് അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏതായാലും അതിൻ്റെ പ്രൊവിഷൻസ് ഇവിടെ പറയുന്നത് പോലെയാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഏൺഡ് ലീവ് സാലറി. ഗവൺമെൻറ് എംപ്ലോയീസ് ഫുൾ എമൗണ്ട് ഇസ് എക്സംപ്റ്റ്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് നമ്മൾ റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ് ഏൺഡ് ലീവ് സാലറി എൻക്യാഷ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് 1 രൂപ പോലും അതിന് ടാക്സ് കൊടുക്കണ്ട. ഇനി നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണ് എങ്കിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. അപ്പോൾ ഇത്രയും എക്സംഷൻ ക്ലെയിം ചെയ്ത് ബാക്കിയുള്ളതിന് മാത്രം അവർ ടാക്സ് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിലാണ് മാക്സിമം 10 months സാലറി ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഡ്രോൺ ഡ്യൂറിങ് 10 months പ്രിസീഡിങ് റിട്ടയർമെൻറ്റ്. മാക്സിമം 10 months സാലറി. സോ 10 into
on the basis of average salary drawn during 10 months preceding retirement. Average 10 months salary പ്രിസീഡിങ് ദ റിട്ടയർമെൻറ്റിന് മുന്നേ വാങ്ങിയിട്ടുള്ള സാലറിയുടെ 10 മാസത്തെ സാലറി, ആവറേജ് സാലറി, അതാണ് ദാറ്റ് ഇൻ ടു 10 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം 10 months സാലറി ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഡ്രോൺ ഡ്യൂറിങ് 10 months എന്നാണ് പറയുന്നത്. അതായത് ആവറേജ് സാലറി ഡ്യൂറിങ് 10 months പ്രിസീഡിങ് ദ റിട്ടയർമെൻറ്റ് ഇൻ ടു 10. അതാണ് ആദ്യത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻറ്റ് നോക്കൂ. Amount of salary on the basis of average salary for the approved period for which earned leave has not been availed by the employee. Earned leave has not been availed by the employee. Employee ലീവ് എടുക്കാത്ത എത്രയാണോ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ കിടക്കുന്ന അത്രയും പീരിയഡ് ഇൻറ്റു amount of salary on the basis of average salary. So average salary into earned leave which has not been availed by the employee. The third point is rupees 3 lakhs. The fourth one is actual amount received. ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഏൺഡ് ലീവിൻ്റെ ഇനത്തിൽ റിസീവ് ചെയ്തത് എത്രയാണോ അതാണ്. എൻകാഷ്മെൻ്റ് ആയിട്ട് കിട്ടിയത് എത്രയാണോ ദാറ്റ് ഈസ് നോൺ ആസ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. സോ വിച്ച് എവർ എമംഗ് ദീസ് ലീസ്റ്റ് ഇസ് എക്സംപ്റ്റഡ് ആൻഡ് ദ ബാലൻസ് ഇസ് ടാക്സബിൾ. അപ്രൂവ്ഡ് പീരിയഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വർഷത്തിൽ 30 ദിവസം. സാലറി ഇൻക്ലൂഡ്സ് ബേസിക് പേ, DA, it should be compulsorily given under the terms of employment, and commission based on fixed percentage of turnover. കണ്ടീഷൻസ് മറക്കരുത്. ഫസ്റ്റ് പോയിൻറ്റും സെക്കൻഡ് പോയിൻറ്റും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം ശ്രദ്ധിക്കണം. ഫസ്റ്റ് പോയിൻ്റ് പറഞ്ഞത് മാക്സിമം 10 months സാലറി ഓൺ ദ ബേസിസ് ഓഫ് ആവറേജ് സാലറി ഡ്രോൺ ഡ്യൂറിങ് 10 months പ്രിസീഡിങ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം 10 months സാലറി എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു ആവറേജ് സാലറി ഡ്യൂറിങ് 10 months പ്രിസീഡിങ് ഹിസ് റിട്ടയർമെൻറ്റ്. പിന്നെ രണ്ടാമത്തെ പോയിൻറ്റ് amount of salary on the basis of average salary into period for which earned leave has not been availed by the employee. So average salary into period for which earned leave has not been availed by the employee. തേർഡ് പോയിൻ്റ് ഇസ് 3 lakhs. എപ്പോഴും 3 lakhs തന്നെ ആയിരിക്കും. ഫോർത്ത് പോയിൻ്റ് ഇസ് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണോ ഫ്രം ദ എംപ്ലോയർ അതാണ്. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇസ് എക്സംപ്റ്റഡ്. സാലറി ഇൻക്ലൂഡ്സ് ബേസിക് പേ, DA അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് തന്നെയായിരിക്കണം, ആൻഡ് കമ്മീഷൻ എങ്ങനത്തെ കമ്മീഷൻ ആയിരിക്കണം? ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ ക്ലിയർ ആവും. Mr. Pradeep retired from the service of a private company on 1st January 2020 after serving for 25 years. His average salary during 10 months preceding his retirement was rupees 19,500. He had 8 months earned leave to his credit at the time of retirement. He got rupees 1,58,600 on encashment in February 2020. Compute the taxable amount. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രദീപ് സർവീസിൽ നിന്ന് റിട്ടയർഡായി. ആഫ്റ്റർ സെർവിങ് ഫോർ 25 years. റിട്ടയർഡായത് 1/1/2020. ഹി സെർവ്ഡ് ഫോർ 25 years. 25 വർഷം അദ്ദേഹം ജോലി ചെയ്തു. His average salary during 10 months preceding his retirement was 19,500. ക്വസ്റ്റനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. ആവറേജ് സാലറി ഡ്യൂറിങ് 10 months preceding retirement 19,500 ആണ് എന്നുള്ളത്. 8 months ഏൺഡ് ലീവാണ് അദ്ദേഹം അവെയിൽ ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടിയ എമൗണ്ട് 1,58,600. നമ്മളോട് ടാക്സബിൾ എമൗണ്ട് അണ്ടർ ഏൺഡ് ലീവ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് എടുത്താൽ അറിയാം. ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ പഠിച്ചത്
ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ഫുൾ എമൗണ്ട് എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറഞ്ഞത്. പ്രദീപ് പ്രൈവറ്റ് കമ്പനിയിലെ എംപ്ലോയി ആണ്. അപ്പോൾ പ്രദീപിന് രണ്ടാമത്തെ കേസിലാണ് എക്സംഷൻ കിട്ടുക. അല്ല, ആദ്യത്തെ പോയിൻ്റ് മാക്സിമം 10 months സാലറി ഇൻറ്റു ആവറേജ് സാലറി ഡ്രോൺ ഡ്യൂറിങ് 10 months പ്രിസീഡിങ് റിട്ടയർമെൻറ്റ്. ക്വസ്റ്റ്യനിൽ ആവറേജ് സാലറി ഡ്രോൺ ഡ്യൂറിങ് 10 months പ്രിസീഡിങ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ് തന്നത് 19,500 നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10 months ആവറേജ് സാലറി ഒന്നും എടുക്കേണ്ട കാര്യമില്ല. സോ 19,500 തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോർഷൻ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? 10 months സാലറി അല്ലേ. അപ്പോൾ മാക്സിമം 10 months സാലറി. സോ 19,500 ഇൻറ്റു 10 അതാണ് ആദ്യത്തെ പോയിൻ്റ് ചെയ്യേണ്ടത്. ഓർ 10 ഇൻറ്റു 19,500. സെക്കൻഡ് പോയിൻ്റ് എന്താണ്? എമൗണ്ട് ഓഫ് സാലറി on the basis of average salary for the approved period for which earned leave has not been availed by the employee. എന്ന് പറഞ്ഞാൽ ആവറേജ് സാലറി ഇൻറ്റു പീരിയഡ് ഫോർ വിച്ച് ഏൺഡ് ലീവ് ഹാസ് നോട്ട് ബീൻ അവെയിൽഡ്. ഇവിടെ ആവറേജ് സാലറി 19,500 is given in the question. So that into ഏൺഡ് ലീവ് എത്ര കാലമാണ് അവെയിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് 8 months അല്ലേ, 8. സോ രണ്ടാമത്തെ പോയിൻ്റ് നോക്കൂ, 19,500 ഇൻറ്റു 8 കണ്ടോ. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുവരെ അവെയിൽ ചെയ്തിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോട്ട് അവെയിൽഡ് എന്നാണ് അർത്ഥം. അതാണ് ഇൻറ്റു 8 ചെയ്തത്. തേർഡ് പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 3 lakhs കണ്ടുപിടിക്കുക. അല്ലാതെ ടാക്സ് എപ്പോഴും ഇൻകം ടാക്സ് ആക്ട് പറഞ്ഞിട്ടുണ്ട് 3 lakh തന്നെയാണെന്ന്. സോ 3 lakhs. ഫോർത്ത് പോയിൻ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് അല്ലേ. എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ് എത്രയാണ്? 1,58,600. ഈ ക്വസ്റ്റ്യനിൽ സാലറി തന്നതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട, പ്രശ്നമില്ല. ആവറേജ് സാലറി ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്, നമ്മളൊന്നും കണ്ടുപിടിക്കേണ്ട. പിന്നെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നുമില്ല, DA കമ്മീഷനൊന്നും ഇതിൽ തന്നിട്ടില്ല. ഏതായാലും ഇവിടെ നമുക്ക് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എന്ന് പറയാവുന്നത് 1,56,000. സോ ദാറ്റ് ഇസ് എക്സംപ്റ്റഡ്. ആൻഡ് ദ ബാലൻസ് എമൗണ്ട് 1,58,600 മൈനസ് 1,56,000, 2,600 is taxable. Hope you understood this. Thank you, dears.